ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോണത് കനുപ്രിയയുടെ രണ്ടാമത്തെ മൊഡ്യൂളാണ് മഞ്ജരി പരിണേ. മഞ്ജരി പരിണയിൽ 3 പോയംസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോയമാണ് ആമ്ര ഭോർക്ക ഗീത്ത്. അതാണ് നമ്മളിന്ന് ഇവിടെ എടുക്കാൻ പോണത്, ആമ്ര ഭോർക്ക ഗീത്ത്. മഞ്ജരി എന്ന് ഉദ്ദേശിക്കുന്നത് മാവിൻ്റെ പൂക്കളുണ്ടല്ലോ, മാവുമിൽ പൂടുമല്ലോ, ആ സംഭവമാണ് മഞ്ജരി. വൈറ്റ് കളറിലുള്ള പൂവുകളാണ് മഞ്ജരി. പരിണയ് മീൻസ് റിസൾട്ട് ആണ്. അപ്പം മഞ്ജരി പരിണയ് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ നമുക്ക് വരുന്ന ഫസ്റ്റ് പോയമാണ് ആമ്ര ഭോർക്ക ഗീത്ത്. ആമ്ര ഭോർക്ക ഗീത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് മാവിൻ്റെ പൂക്കൾ, ആ പൂക്കളുടെ ഗീത്ത്, സോങ് അല്ലെങ്കിൽ പാട്ട് ആണ്. അപ്പോൾ ഭോർന എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആം കെ പേടോമേ മഞ്ജരി ആന യാ നിക്കൽന, അതായത് മാവുമല് ഈ പൂവ് ഇങ്ങനെ പൂക്കുന്ന് പറയില്ലേ, പൂ വരും എന്ന് പറയില്ലേ, അതാണ് ഈ ഭോർന ഉദ്ദേശിക്കുന്നത്. അപ്പം ആമ്ര ഭോർക്ക ഗീത്തിൽ ഫസ്റ്റത്തെ ലൈൻസ് ആണ് ഞാൻ വായിക്കാൻ പോകുന്നത്. നോക്കാം. യഹ് ജോ മേ കഭി കഭി ചരം സാക്ഷാത്കാർ കെ ക്ഷണോं में बिल्कुल जड़ और निस्पंद हो जाती हो, इसका मर्म तुम समझते क्यों नहीं सावरे. എന്താ പറയുന്നത്? യഹ് ജോ കഭി കഭി, ഈ ചിലപ്പോൾ എന്നാണ് കഭി കഭി. ചരം സാക്ഷാത്കാർ, ചരം സാക്ഷാത്കാർ മീൻസ് അങ്ങേയറ്റമുള്ള അഭിമുഖം എന്നാണ്. സാക്ഷാത്കാരം, അങ്ങേയറ്റമുള്ള സാക്ഷാത്കാരം അല്ലെങ്കിൽ അഭിമുഖം. അപ്പോൾ ചിലപ്പോൾ ഈ അങ്ങേയറ്റമുള്ള സാക്ഷാത്കാരം അല്ലെങ്കിൽ അഭിമുഖത്തിൻ്റെ ക്ഷണങ്ങൾ, നിമിഷങ്ങൾ, ക്ഷണോമി നിമിഷത്തിൽ, ബിൽക്കുൽ ബിൽക്കുൽ തികച്ചും, ജഡ് ഓർ നിസ്പന്ദ് ഹോ ജാത്തി ഹോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്പന്ദ് ഹോന അല്ലെങ്കിൽ ജഡ് ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ എന്താണ്? ജീവനില്ലാത്ത പോലെ, മോഷൻലെസ് എന്ന് പറയില്ലേ നമ്മൾ. അപ്പം ആകെ ജീവനില്ലാത്ത പോലെ ആയിത്തീരുന്നാണ് പറയുന്നത്. ഇസ്കാ മർമ്മ തും സമജ്തേ ക്യൂ നഹി സാവരേ, ഇതിൻ്റെ മർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് ഹൃദയക്കാ മർമ്മം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതായത് ഹൃദയത്തിൽ നിന്നുള്ളൊരു മർമ്മം അല്ലെങ്കിൽ ഒരു ഫീലിംഗ് അല്ലേ, അത്. തും സമജ്തേ ക്യൂ നഹി സാവരേ, നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല. സാവരേ, സാവരേ എന്ന് പറയുന്നത് കൃഷ്ണനെ പറയണ പേരാണ്. സാവരേ, രാധയാണ് ഈ പറയണത്. ഓക്കെ, അടുത്ത വരികൾ നോക്കാം. തുമ്ഹാരി ജന്മ ജന്മാന്തർ കി രഹസ്യമയി ലീലാ കി ഏകാന്ത് സംഗിനി മേ, എന്താ പറയണത്? തുമ്ഹാരി നിന്റെ, ജന്മ ജന്മാന്തർ എന്താണ്? പ്രസവാനന്തരം അല്ലെങ്കിൽ ആഫ്റ്റർ ബർത്ത് അല്ലേ, എന്താണ്? ജന്മ ജന്മാന്തർ, പ്രസവാനന്തരം എന്താണ്? കി രഹസ്യമയി ലീലാ കി, രഹസ്യമയി ലീല എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യമായിട്ടുള്ള ലീല അല്ലേ, മീൻസ് എന്താണ്? നിഗൂഢമായ ലീല, അതാണ്. അപ്പം അതിൻ്റെ എന്താണ്? ഏകാന്ത് സംഗിനി മീൻ, ഏകാന്താവാന്ന് പറഞ്ഞാൽ എന്താ? ആകെ ഒറ്റപ്പെടുക. സംഗിനി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ സംഗിനിയുടെ അർത്ഥം വരുന്നത് ഒരു പത്നി അല്ലെങ്കിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു കമ്പാനിയൻ ആണ് അല്ലേ. സോളിറ്ററി കമ്പാനിയൻ എന്നാണ് ശരിക്കും സംഗിനി, ഏകാന്ത സംഗിനി. അതാണ് ഏകാന്ത സഹയാത്രി എന്ന് പറയില്ലേ, അതാണ്. ഇൻ ക്ഷണോമേ അകസ്മാത്, ഈ നിമിഷങ്ങളിൽ, അകസ്മാത് എന്ന് പറഞ്ഞാൽ എന്താണ്? സഡൻലി, പെട്ടെന്ന്. എന്താണ്? തുംസെ പൃഥക് നഹി ഹോ ജാത്തെ മേരെ പ്രാൺ. പൃഥക് എന്ന് പറഞ്ഞാൽ എന്താണ്? പൃഥക് മീൻസ് ഐസൊലേറ്റഡ് ആവുക, ഒറ്റപ്പെടുക, അകന്നു പോവുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ്. അപ്പം തുംസേ നിന്നിൽ നിന്ന്, അതായത് ആരിൽ നിന്ന്? കൃഷ്ണനിൽ നിന്നാണ്, കൃഷ്ണനോടാണ് പറയുന്നത്. നിന്നിൽ നിന്ന് രാധയാണ് പറയണത്. എൻ്റെ പൃഥക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസൊലേറ്റ് ആവുക അല്ലെങ്കിൽ അകന്നു പോവുക, ഒറ്റപ്പെടുക, അതാണ്. നെഹി ഹോ ജാത്തി മേരെ പ്രാൺ, ആ ഒരു നിമിഷങ്ങളിൽ പെട്ടെന്ന് തന്നെ എൻ്റെ എന്താണ്? പ്രാണങ്ങൾ അല്ലേ, എൻ്റെ പ്രാണം എന്ന് പറയുന്നത് നിന്നിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രാണങ്ങൾക്ക് ഐസൊലേറ്റ് ചെയ്ത് നിൽക്കാൻ അല്ലെങ്കിൽ വേർപിരിഞ്ഞ് അകന്ന് നിൽക്കാനായിട്ട് പറ്റില്ല. നഹി ഹോ ജാത്തി മേരെ പ്രാൺ എന്നാണ്. അടുത്ത വരി നോക്കാം. തും യഹ് ക്യോ നഹി സമജ് പാത്തേ കി, നീ ഇതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല. ലാജ് സിർഫ് ജിസ്മ കി നഹി ഹോത്തി, ലജ്ജ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മാത്രമല്ല, മൻ കി ഭി ഹോത്തി ഹേ,
മനസ്സിൻ്റെയും എന്തുണ്ടാവും, മനസ്സിലും എന്തുണ്ടാവും, ലജ്ജ അല്ലെങ്കിൽ ഷെയിം ഉണ്ടാവും. അല്ലാണ്ട് ശരീരത്തിന് മാത്രമല്ല ലജ്ജ ഉണ്ടാവുക, മനസ്സിനും ഉണ്ടാവും എന്നുള്ളത് നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല. ഏക് മധുർ ഭൈ, മധുർ എന്ന് പറഞ്ഞാൽ എന്താണ്, മധുരമുള്ള ഭൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിയർ അല്ലെ, ഫിയർ അല്ലെങ്കിൽ ഭയം. അപ്പൊ മധുരമുള്ള ഭയം. ഏക് അഞ്ജാന സംശയ്, അഞ്ജാന എന്ന് പറഞ്ഞാൽ എന്താണ്, അൺനോൺ, അറിയാത്ത, സംശയം, സംശയ്. ഏക് ആഗ്രഹ് ഭര ഗോപൻ, ആഗ്രഹ് ഭര എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രേരണ നിറഞ്ഞ, ഗോപൻ എന്ന് പറഞ്ഞാൽ ഗുപ്ത് എന്നാണ്, അതായത് മറിഞ്ഞിരിക്കുക എന്ന് പറയില്ലേ, മറഞ്ഞിരിക്കുക, നമ്മൾ ഹൈഡ് ചെയ്തിട്ട് ഇരിക്കുക, ഗുപ്ത് ഹോന അല്ലെ, ഗുപ്ത് എന്ന് പറഞ്ഞാൽ ഹൈഡ് ആയിട്ടിരിക്കുക, അപ്പം മറഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഗോപൻ എന്ന് പറയുന്നത്. ഓക്കെ. ഏക് നിർവ്യക്യ വേദന ഉദാസി, ഒരു നിർവ്യക്യ വേദന എന്ന് പറഞ്ഞാൽ എന്താണ്, നിർവ്യക്യ വേദന എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കാനാവുന്ന വേദന, ഉദാസി, സങ്കടം. ജോ മുझे ബാർ ബാർ ചരം സുഖേ ക്ഷണോ മേ ഭി, അതെന്നെ എപ്പോഴും ബാർ ബാർ എപ്പോഴും, ചരം സുഖേ ക്ഷണോ മേ ഭി അങ്ങേയറ്റമുള്ള, സുഖേക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സുഖമുള്ള അല്ലെ, സുഖമായിട്ടുള്ള നിമിഷത്തിൽ പോലും, അഭിഭൂത് കർ ലേത്തി ഹേ, അഭിഭൂത് മീൻസ് ഓവർവെൽംഡ് എന്ന് പറയില്ലേ നമ്മൾ, ഓവർവെൽം ചെയ്യുക, ഓവർവെൽം ആവാന്ന് പറഞ്ഞില്ലേ നമ്മൾ, അതാണ് അഭിഭൂത് കർ ലേത്തി ഹേ. भय, संशय, गोपन, उदासी, ये सभी ढीठ चंचल सरछड़ी सहेलियों की तरह मुझे घेर लेती है. എന്താ പറയുന്നത്, ഭയം, സംശയം, ഗോപൻ മറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഗുപ്തായിട്ടിരിക്കുക, ഉദാസി സങ്കടം, യെ സഭി ഇതെല്ലാം, ढीठ चंचल सरछड़ी सहेलियों की तरह എന്ന് പറഞ്ഞാൽ എന്താണ്, ചഞ്ചൽ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെന്ന് പറയില്ല, നന്നായിട്ട് ചഞ്ചൽ, നയൻ, ഹിൽനെ ഡുൽനെ വാല എന്നൊക്കെ പറയും നമ്മൾ, പ്ലേഫുൾ, ആക്റ്റീവായിട്ടുള്ള, ചഞ്ചലമായിട്ടുള്ള. സർച്ചടി സഹേലിയ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറയില്ലേ തലയിൽ കയറിയിരിക്കണ ഈ കൂട്ടുകാരികൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. അപ്പം ഈ സബി ഢീഠ് ചഞ്ചൽ സർച്ചടി സഹേലിയോ കി തരഹ് എന്താണ്, തലയിൽ കയറിയിരിക്കണ കൂട്ടുകാരികളുടെ പോലെ, മുझे ഘേർ ലേത്തി ഹേ, 4 ചുറ്റിൽ നിന്നും എന്താണ്, എന്നെ ഇങ്ങനെ എന്താക്കും, ഘേർ ലേന എന്ന് പറഞ്ഞാൽ 4 ചുറ്റിൽ നിന്നും എന്നെ ഇങ്ങനെ വലയം ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഢീട്ട് നമ്മൾ പറഞ്ഞില്ല അല്ലെ, ഢീട്ട് എന്ന് പറഞ്ഞാൽ ആകെ സങ്കോച് രഹിത് എന്ന് പറയുന്നത്, നമ്മൾ സങ്കോചത്തിലിരിക്കുന്ന, ദൃഷ്ട് എന്നാണ് ഈ ഢീട്ടിൻ്റെ വേറെ അർത്ഥം പറയുകയാണെങ്കിൽ, ദൃഷ്ട് അല്ലെങ്കിൽ സങ്കോച് രഹിത്, സങ്കോചത്തിലിരിക്കുന്ന, ചഞ്ചലമായിട്ടുള്ള, അതായത് വളരെ ആക്റ്റീവായിട്ടുള്ള. സർച്ചടി സഹേലിയാം, തലയിൽ കയറിയിരിക്കുന്ന കൂട്ടുകാരികൾ, കി തരഹ് അവരുടെ പോലെ, മുझे ഘേർ ലേത്തി ഹേ 4 ചുറ്റിൽ നിന്ന് എന്നെ ഇങ്ങനെ വലയം ചെയ്യും. ഓർമ്മ കിത്തന ചഹക്കർ ബി, ഞാൻ എത്ര ആഗ്രഹിച്ചിട്ട് പോലും, തുമ്ഹാരെ പാസ് ठीक उसी समय, നിന്റെ അടുത്തോട്ട് കറക്റ്റ് ആ സമയത്ത്, നഹി പहुंच പാത്തി ജബ് ആമ്ര മഞ്ജരിയോ കെ നീച്ചെ, കറക്റ്റ് നിന്റെ അടുത്ത് ആ സമയത്ത്, നഹി പहुंच പാത്തി എത്താനായിട്ട് എനിക്ക് കഴിയുന്നില്ല, ജബ് എപ്പോ, ആമ്ര മഞ്ജരിയോ കെ നീച്ചെ എന്താണ് പറയുന്നത്, മാവിൻ്റെ പൂക്കൾ അല്ലേ, മഞ്ജരി എന്ന് പറഞ്ഞാൽ പൂക്കൾ, അതിൻ്റെ താഴെ, അപ്നി ബാസുരി സേ, നിന്റെ ഓടക്കുഴൽ കൊണ്ട്, മേരാ നാം, ബാസുരി മേരാ നാം ഭർക്കർ തും ബുലാത്തെ ഹോ, നിന്റെ ഓടക്കുഴലിൽ എൻ്റെ പേര് നിറച്ച് നീ എന്നെ വിളിക്കുമ്പോൾ കറക്റ്റ് ആ സമയത്ത് എനിക്ക് അവിടെ എത്തിച്ചേരാനായിട്ട്, എവിടെ എത്തിച്ചേരാൻ, ആമ്ര മഞ്ജരി കെ നീച്ചെ, ആമ്ര മഞ്ജരി എന്ന് പറഞ്ഞാൽ എന്താണ്, മാവിൻ്റെ പൂക്കൾ ഉണ്ടാവില്ലേ അതിൻ്റെ താഴെ, അല്ലെങ്കിൽ മാവിൻ്റെ താഴെ, അവിടെ നിന്ന് നീ എന്നെ ഓടക്കുഴലിൽ എൻ്റെ പേര് നിറച്ചിങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ആ സമയത്ത് എത്താനായിട്ട് പറ്റുന്നില്ല. ഉസ് ദിൻ തും ഉസ് ഭോർ ലദേ ആം കി ഝുക്കി ഢാലിയോം സേ ടിക്കെ കിത്തനി ദേർ മുझे വംശി സേ ടേർത്തെ രഹേ. എന്താ പറയുന്നത്, ഉസ് ദിൻ അല്ലേ, ആ ദിവസം, തും ഉസ് ഭോർ ലദേ ആം കി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭോർ ലദേ ആം അല്ലേ, ആ മാവിൻ്റെ വൃക്ഷത്തിൽ, ജുക്കി ഢാലിയോം സേ, ജുക്കി ഢാലിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ആകെ ബൗ ഡൗൺ എന്ന് പറയില്ല നമ്മൾ, അതായത് കുനിഞ്ഞു നിൽക്കുന്ന ശാഖ,
ആ മാവിൻ്റെ അന്നത്തെ ദിവസം ഉസി ദിൻ ഉസ് ഭോർ ലദേ ആം കി, ആ മാവിൻ്റെ ജുക്കി ഢാലിയാം എന്ന് പറഞ്ഞാൽ കുനിഞ്ഞു നിൽക്കുന്ന ശാഖ, സേ ടിക്കെ കിത്നി ദേർ അതിൻ്റെ അടുത്തിങ്ങനെ എത്രയോ നേരം എന്താണ് നിന്നിട്ട്, ടിക്കെ കിത്നി ദേർ മുझे വംശി സേ ടിർത്തേ രഹേ, എന്താ പറയണത്, വംശി സേ ടിർത്തേ രഹേ, അതായത് അതിൻ്റെ അടുത്ത്, ആമ്ര ഭോർക്കെ നീച്ചെ അല്ലെങ്കിൽ ആ ഒരു മരത്തിൻ്റെ മാവിൻ്റെ താഴെ, ഉസ് ദിൻ അന്നത്തെ ദിവസം, ജുക്കി ഢാലിയോം ഞാൻ പറഞ്ഞു എന്താണ് കുന്നിന് എന്താ പറയുക കുനിഞ്ഞു നിൽക്കുന്നത് എന്ന് പറയാം നമ്മൾ, അതാണ് ജുക്കി ഢാലിയോം സേ ടിക്കെ കിത്തനി ദേർ. ടിക്കർ ബേട്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ടിക്കർ ബേട്ന മീൻസ് സ്റ്റുഡ് സ്റ്റിൽ, ഇങ്ങനെ ഇരിക്കുക, അവിടെ ക്ലോസ് ആയിട്ട് ഇരിക്കുക. മുझे വംശി സേ ടേർത്തേ രഹേ എന്നിങ്ങനെ എന്താണ് നോക്കി നിന്നു. ടേർത്തേ രഹന മീൻസ് നോക്കി നിൽക്കുക എന്നുള്ളതാണ്. ഢൽത്തെ സൂരജ് കി ഉദാസ് കാപ്തി കിരണേ, എന്താ പറയുന്നത്, അസ്തമിക്കുന്ന സൂര്യൻ്റെ ഉദാസ് എന്ന് പറഞ്ഞാൽ എന്താ, അസ്തമിക്കുന്ന സൂര്യൻ്റെ സങ്കടം നിറഞ്ഞ, കാപ്തി വിറയ്ക്കുന്ന, കിരണേ പ്രകാശം അല്ലേ, സൺലൈറ്റ്, അസ്തമിക്കുന്ന സൂര്യൻ്റെ കിരണങ്ങൾ ഉദാസാണ്. ആ കിരണങ്ങൾ എങ്ങനത്തെയാണ്? സങ്കടം നിറഞ്ഞിരിക്കുകയാണ്, വിറച്ചിരിക്കുകയാണ്. തുമ്ഹാരെ മാഥേക്കെ മോർ പങ്കോം, അതായത് നിന്റെ നെറ്റത്തുള്ള, മാഥ മീൻസ് നെറ്റിയാണ്, നെറ്റത്തുള്ള എന്താണ് കൃഷ്ണൻ്റെ നെറ്റത്ത് ഉണ്ടാവുന്നത്? മോർ പങ്ക് അല്ലേ, എന്താണ് പീകോക്കിൻ്റെ മറ്റേ ഇതുണ്ടാവുമല്ലോ മയിൽപ്പീലി, അതാണ് മോർ പങ്ക്. സേ ബേബസ് ഹെൽപ്ലെസ് എന്നാണ്, ഹെൽപ്ലെസ്. വിദാ മാഗ്നേ ലഗി, ആകെ ഹെൽപ്ലെസ് ആയിട്ട്, വിദാ മാഗ്നേ ലഗി എന്ന് പറഞ്ഞാൽ എന്താ, വിട വാങ്ങാനായിട്ട് തുടങ്ങി. മേ നഹി ആയി, ഞാൻ അപ്പോഴും വന്നില്ല. ഗായേ കുച്ച് ക്ഷൺ തുമേ അപ്നി ഭോലി ആഖോം സേ, ഗായേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗായം എന്ന് പറഞ്ഞാൽ എന്താ? ഗായ് അല്ലേ, അതായത് പശുവിൻ്റെ വേറൊരു ഇതുണ്ടല്ലോ, ജേഴ്സി നമ്മൾ പറയില്ലേ, ജേഴ്സി പശു, അങ്ങനത്തെ ഗായയും. അപ്പോൾ കൃഷ്ണന് ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഓരോ കാർട്ടൂണൊക്കെ കാണുമ്പോൾ കുറേ ഗായയും, പിന്നെ എന്താണ് ഈ നമ്മുടെ കൃഷ്ണൻ ഇങ്ങനെ എന്താണ് ഓടക്കുഴൽ വിളിക്കുമ്പോൾ കുറേ നേച്ചറൊക്കെ വളരെ എന്താ നല്ല ഫീലിംഗ് വരുന്നതും, പിന്നെ എല്ലാ ഗോപികമാരും ഇങ്ങനെ ഓടി വരുന്നതും ഒക്കെ നമ്മൾ കാർട്ടൂണിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് ഈ ഗായ എന്ന് പറഞ്ഞാൽ ജേഴ്സി പശു എന്നൊക്കെ പറയില്ല, അതാണ് ഗായം കുച്ച് ക്ഷൺ തുമേ അപ്പനി ഭോലി ആഖോം സേ, ഗായം കുറച്ച് നിമിഷത്തിന് വേണ്ടിയിട്ട്, തുമേ അപ്നി ഭോലി ആഖോം സേ, അവരുടെ ഭോലി ആഖേം അല്ലേ, നിഷ്കളങ്കമായിട്ടുള്ള കണ്ണുകളുണ്ട്, എന്താണ് മൂഹുട്ടായെ ദേക്തി രഹി ഓർ ഫിർ, അവരിങ്ങനെ കുറച്ചു നേരം നിന്നിങ്ങനെ നോക്കി നിന്നു. ഫിർ പിന്നെ എന്ത് ചെയ്ത്? ധീരെ ധീരെ നന്ദ്ഗാവ് കി പഗഡണ്ടി പർ, അതായത് പതുക്കെ പതുക്കെ നന്ദഗ്രാമത്തിൻ്റെ പഗഡണ്ടി, എന്താണ് പഗഡണ്ടി പർ, പഗഡണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പഗഡണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രാസ്ത, പാത എന്നാണ്. നന്ദഗാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നന്ദൻ്റെ ഗ്രാമം എന്നൊക്കെ പറയില്ലേ, ഇവിടെ കൃഷ്ണൻ്റെ കാര്യമാണല്ലോ, അപ്പോൾ മെയിനായിട്ട് അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്ദഗാവ് പതുക്കെ പതുക്കെ എന്താണ് നന്ദഗ്രാമത്തിൻ്റെ പഗഡണ്ടി രാസ്ത അല്ലെങ്കിൽ പാതയിലേക്ക്, എന്താണ് ബിനാ തുമ്ഹാരെ നീ ഇല്ലാണ്ട് തന്നെ, അപ്നയാപ്പ് അവർ സ്വയം, നിന്നെ കൂട്ടാണ്ട്, അപ്നയാപ്പ് സ്വയം അവർ മുടുകൈ തിരിഞ്ഞു പോയി, അല്ലെങ്കിൽ എന്താ പറയുക, മുടുകൈ എന്ന് പറഞ്ഞാൽ എന്താ, അവർ തന്നെത്താൻ പോയി, മടങ്ങിപ്പോയി എന്ന് പറയില്ലേ. മേനഹിയായി, അപ്പോഴും ഞാൻ വന്നില്ല. യമുന കെ ഘാട്ട് പർ, യമുന നദിയുടെ തീരത്ത്, മച്ചുവോനെ അപ്നി നാവേം ബാന്തി, എന്താ പറയുന്നത്, മച്ചുവോം എന്ന് പറഞ്ഞാൽ എന്താ, ഫിഷ് അല്ലേ, മച്ചുവോ എന്ന് പറഞ്ഞാൽ മീൻ പിടുത്തക്കാരാണ്. അപ്നി നാവേം അവരുടെ വഞ്ചികൾ അതെല്ലാം, ബാന്തി അവിടെ കെട്ടിയിട്ടു. ഓർ കന്ധോം പർ പത്വാരെ രക്ക് ചലേ ഗയേ, കന്ധോം പർ പത്വാരെ രക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, തോളത്ത്, കന്ധ മീൻസ് തോളാണ്, തോളത്ത് എന്ത് വെച്ചു? റൂഡേഴ്സ്. പത്വാരെ മീൻസ് റൂഡേഴ്സ് ആണ്, RUDDERS, റൂഡേഴ്സ് മീൻസ് പങ്കായം, അത് രഖ്കർ വെച്ചുകൊണ്ട് ചലേ ഗയി പോയി, എന്നിട്ടും ഞാൻ വന്നില്ല. മെനഹിയായി.
തുമ്നെ വംശി ഹോട്ടോ സെ ഹട്ടാലി ഥി. നീ നിന്റെ വംശി എന്ന് പറഞ്ഞാൽ ഇവിടെ ഓടക്കുഴൽ തന്നെയാണ്. അത് ലിപ്സ്, ഹോട്ടോ മീൻസ് ലിപ്സ്, അതിൽ നിന്ന് മാറ്റി അല്ലേ. അപ്പം നീ എന്താണ് നിന്റെ ഓടക്കുഴൽനാദം വിളിക്കുന്നത് നിർത്തി. ഓർ ഉദാസ് സങ്കടം നിറഞ്ഞുകൊണ്ട്, മോൻ സൈലന്റ് ആയിക്കൊണ്ട്, തും ആമ്ര വൃക്ഷ കി ജഡോം സെ ടിക്ക് കർ. ആമ്രവൃക്ഷത്തിന്റെ ജഡോം സെ വേരുകളെ അടുത്തിങ്ങനെ ടിക്ക് കർ ബൈറ്റ്ന എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കുക. സ്റ്റുഡ് സ്റ്റിൽ എന്ന് പറഞ്ഞില്ല, അതാണ്. അപ്പൊ ടിക്കർ ബേട്ട് ഗയേ ഥേ ഓർ ബേഠേ രഹേ ബേഠേ രഹേ ബേഠേ രഹേ. എന്നിട്ട് അവിടെ തന്നെ ഇരുന്നു, തുടർന്ന് അവിടെ തന്നെ കുറെ നേരം ഇരുന്നു. മേ നഹിയായി നഹിയായി നഹിയായി. അപ്പോഴും ഞാൻ വന്നില്ല. തും അന്ത് മേ ഉഠേ. ലാസ്റ്റ് നീ എഴുന്നേൽറ്റു. ഏക് ഝുക്കി ഢാൽ പർ ഖില ഏക് ഭോർ തുംനെ തോടാ. എന്താ പറയുന്നത്, ഝുക്കി ഢാൽ പർ ഞാൻ പറഞ്ഞു കുനിഞ്ഞു നിൽക്കുന്ന ശാഖയിൽ നിന്ന് എന്താണ് ഖില ഏക് ഭോർ അല്ലെ, ഒരു പൂവിന്റെ കുല നീ പൊട്ടിച്ചു. തോട ഓർ ധീരെ ധീരെ ചൽ ദിയെ. പതുക്കെ നടന്നു. അൻമനെ തുമ്ഹാരെ പാവ് പഗഡണ്ടി പർ ചൽ രഹേ ഥേ അല്ലേ. എന്താ പറയാ, നിന്റെ അൻമനെ എന്ന് പറഞ്ഞാൽ എന്താ, അനാവശ്യമായി, അൺനെസസറി. അൻമനെ എന്ന് പറഞ്ഞാൽ അതാണ് അനാവശ്യമായി, അല്ലെങ്കിൽ അൺനെസസറി എന്ന് പറയാം, അതാണ് അൻമനെ തുമ്ഹാരെ പാവ് പഗഡണ്ടി പർ ചൽ രഹേ ഥേ. അൺനെസസറി ആയിട്ട് നിന്റെ പാദകൾ അല്ലെങ്കിൽ ഫീറ്റ്, കാലുകൾ, പഗഡണ്ടി എന്ന് പറഞ്ഞാൽ എന്താ, രാസ്തേ പർ അല്ലേ, രാസ്തേ പർ ചൽ രഹേ ഥേ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പർ ജാൻതേ ഹോ തുമ്ഹാരെ അഞ്ചാൻ മേ ഹി തുമ്ഹാരി ഉംഗുലിയാ ക്യാ കർ രഹി ഥി. പക്ഷെ നിനക്കറിയോ, തുമ്ഹാരെ അഞ്ചാനേ മേ നീ അറിയാണ്ട് തന്നെ നിന്റെ വിരലുകൾ, ഉംഗുലിയാം വിരലുകള്, ക്യാ കർ രഹി ഥി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആമ്ര ഭോർക്ക ഗീത്ത് ഇവിടെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ബാക്കി ഭാഗം ഇതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടും. താങ്ക് യു.